ഹലോ ഫ്രണ്ട്സ്, കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാണ് കേട്ടോ. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? സിംസ് പാർക്ക്. ഇത് കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണിത്. എന്നുവെച്ചാൽ കുറേ നാൾക്ക് ശേഷം ഒരു ചെറിയൊരു ടൂറ് പോയതാണ്. ഒരു 2 ഡേ ട്രിപ്പാണ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കും എപ്പോഴേലൊക്കെ ഒന്ന് പോകാനും കാണാനും പറ്റിയ അടിപൊളി സ്ഥലമാണിത്. അത്ര ചിലവൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് പറയുമ്പോൾ ഒരു 6-7 hours ബസ്സിന് ട്രാവലിംഗ് ടൈം. ഇവിടെ നിന്നൊക്കെ എപ്പോഴും ബസ്സുകളാണ്. അതുപോലെ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ആണ് കേട്ടോ. കുറച്ച് ടെൻഷൻ റിലീഫൊക്കെ ആയിട്ട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. ഈ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര തണുപ്പും കുറച്ച് റെയിനിങ് ഒക്കെ ഉള്ള ടൈമാണ്. അതുവരെ കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ട്രിപ്പ് തുടങ്ങുന്നത് കേട്ടോ. ഇത് ബാംഗ്ലൂരത്തെ ശാന്തിനഗർ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡാണിത്. അവിടുത്തെ KSRTC ബസ്സാണിത്. ഈ ബസ്സിലാണ് പോണത് കേട്ടോ. KSRTCയുടെ ബസ്സിലാണ് പോകണം. അപ്പോൾ രാത്രിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു 10:30 മണിക്കാണ് ബസ് കേട്ടോ. അപ്പോൾ അതിലാണ് പോണത് കേട്ടോ. ഇതാണ് ശാന്തിനഗർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എപ്പോഴും ബസ് കിട്ടും. നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് ഏതാ ടൈം നിങ്ങൾക്ക് സൂട്ടബിൾ ആണ് ആ ടൈമിൽ പോവാം. അങ്ങനെ ഇത് പോയി ഹൈദരാബാദിൻ്റെ ബസ്സായിരുന്നു കേട്ടോ. നല്ല ബസ്സായിരുന്നു, പുഷ് ബാക്ക് സീറ്റൊക്കെ ആയിട്ട്. കുഴപ്പമില്ല. കാലത്തൊരു 5:30 മണിക്ക് ഊട്ടിയിലെത്തി നമ്മൾ. നല്ല തണുപ്പൊക്കെ ഉണ്ട് വന്നിറങ്ങിയപ്പോൾ, കുഴപ്പമില്ല. ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അതിൻ്റെ സൈഡിൽ കുറേ നമ്മൾക്ക് എവിടെയെങ്കിലൊക്കെ പോകാനുള്ളത് ടൂറ് ബുക്ക് ചെയ്യുന്ന ടാക്സികൾ അങ്ങനെയുള്ള നമുക്ക് അവിടെ പോയി ട്രാവൽ ചെയ്യാൻ. ബസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയി ടാക്സി അത് ഇതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിൽ നോക്കിയിട്ട് നമുക്ക് എവിടേക്കൊക്കെ പോകണമെങ്കിൽ ആ ട്രിപ്പ് പാക്കേജൊക്കെ നോക്കിയിട്ട് അവിടേക്കുള്ള വണ്ടികൾ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അതിനുള്ള നമ്പർ ഇതൊക്കെയാണ് കൊടുത്തത്. ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. അതുമാതിരി അവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് റൂമിലേക്ക് പോകുന്നത്. റൂം ഇവിടെ അടുത്ത് തന്നെയാണ്, അടുത്താണ് ബുക്ക് ചെയ്തേക്കണത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതൊരു കോട്ടേജ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, വലിയ അധികം പ്രൈസൊന്നുമില്ല, റീസണബിൾ പ്രൈസാണ്. ഡബിൾ റൂമാണ് കേട്ടോ ഞങ്ങൾ എടുത്തേക്കണത്. ഒരു ഇതാണ് ഡബിൾ റൂമാണ്. അത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 4000 rupees 2 പേർ കൂടിയിട്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ഏരിയയിലാണ്. നല്ല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊരു ഞങ്ങളിപ്പോൾ ഏർലി മോർണിംഗ് ആയിരുന്നു, അതിരാവിലല്ലോ. അത് കാരണം ഒരു ഓട്ടോയ്ക്ക് ഒരു 150 രൂപ കൊടുക്കേണ്ടി വന്നു. കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ കർണാടക വണ്ടികളാണ് കിടക്കണതൊക്കെ. കർണാടക ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നന്നായി നിറച്ച് പാർക്കിങ്ങൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് എൻ്റെ റിസപ്ഷനാണ്. റിസപ്ഷനിൽ കുഴപ്പമില്ല, നല്ല ഒരു സർവീസൊക്കെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിസപ്ഷനാണ്. ഇതിൻ്റെ പുറത്താണ് ഞങ്ങളുടെ റൂം കേട്ടോ. പുറത്തൊക്കെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, കാണാനായിട്ടൊക്കെ നല്ല സൈറ്റ് സീയിങ്ങൊക്കെയാണ്. ഇതൊക്കെ പാർക്കിങ്ങാണ്. എത്ര കാറ് വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ വന്ന് റൂം എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല റീസണബിൾ പ്രൈസുമാണ്. അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. ബസ്സിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. പിന്നെ കാറിൽ വരുവാണെങ്കിൽ ആൾക്കാർക്കാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഒക്കെ നല്ലൊരു സൗകര്യമുള്ള കാരണം കുഴപ്പമില്ല. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ നമ്മളപ്പോൾ റൂമിലോട്ട് പോകാണ് കേട്ടോ. റിസപ്ഷനിൽ നിന്ന് റൂമിൻ്റെ ഇതൊക്കെ നോക്കി റൂമിലോട്ട് പോകാണ്. ഇതിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ നല്ലൊരു സീനറികളൊക്കെയാണ്, നിറയെ വീടുകൾ, കോട്ടേജുകൾ, എല്ലാത്തിനും കൂടെ ഈ കോട്ടേജുകളും ഇതൊക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. നമ്മൾ റൂമിലോട്ട് പോവാണ്. കുഴപ്പമില്ല, ഒരു നമുക്കൊരു നല്ലൊരു നമ്മുടെ വീടിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. നല്ലൊരു കോട്ടേജ് ടൈപ്പ് ആയിക്കാരനെ. അതാണ് റൂം. ലൈറ്റൊക്കെ ഇട്ട് തുറക്കാണ്. തിരക്കില്ലാത്ത റൂമാണ്. നോക്കി, ഇതാണ് റൂമിൻ്റെ ഉൾവശം കാണിച്ചു തരാം, നോക്കിക്കോ. ഉണ്ടല്ലേ, കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. ഒരു TV ഉണ്ട്. ഇത് വലിയ കട്ടിലാണ്, ഡബിൾ കോട്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ റൂമാണ്. പിന്നെ ഹൈഫൈ ഒക്കെ വേണമെങ്കിൽ വേറെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലുകളും വേറെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊരു 2 ദിവസത്തെ ട്രിപ്പായി കാരണം നമ്മൾ അധികം വലിയ ഹൈഫൈ ഒന്നും നോക്കിയില്ല. ഉണ്ടല്ലേ, ഇത് ബാത്റൂമാണ്. ബാത്റൂം നല്ല വലിയ ബാത്റൂമാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബാത്റൂമാണ്.
അത് കാരണം നമുക്ക് ബാത്റൂമൊക്കെ കുറച്ച് നീറ്റായിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ബാത്ത് ടവൽ ഇതൊക്കെ ഉണ്ട്. ബാത്റൂം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല നീറ്റ് ക്ലീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ട്. ഇത് അതിൻ്റെ പുറത്ത് നമ്മുടെ റൂമിൻ്റെ ബാക്ക് സൈഡാണിത്. നമുക്കിവിടേക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കാരണം പകലൊക്കെ ഇങ്ങനെ കാലത്തൊക്കെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വല്ല സമ്മർ സീസണിൽ വരികയാണെങ്കിലൊക്കെ ഇവിടേക്ക് ഇരുന്നെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചായ കാപ്പിയൊക്കെ കഴിക്കാൻ അവിടെ ഇരുന്ന്. അതിൻ്റെ അടുത്തുള്ള ഗാർഡനൊക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ കാണാൻ നല്ല സ്ഥലവും കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണിത്. അധികം സൗണ്ട് ഒച്ചയും ബഹളമൊന്നുമില്ല. നല്ല കാമൻ കൂളായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. എന്നിട്ട് നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് പോണത് ബോട്ട് ഹൗസിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളൊരു ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് പോകണം, ബോട്ട് ഹൗസിലോട്ടാണ് പോകണം നമ്മൾ ഫസ്റ്റ്. ഇത് ബോട്ട് ഹൗസിലോട്ട് ആൾക്കാർ പോകണുണ്ടോ. ബോട്ടിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ അങ്ങനെ 4 സീറ്റർ 6 സീറ്റർ അങ്ങനെ ബോട്ടുകളുണ്ട്. പിന്നെ വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. നമുക്കതിൽ റൗണ്ട് അടിക്കാൻ വേണ്ടി പെഡൽ ബോട്ടുകളൊക്കെ കിട്ടും. ഏതാണ് നമ്മുടെ ചോയ്സാണ് കേട്ടോ. അതനുസരിച്ചാണ് പ്രൈസ്. അതും നല്ല തിരക്കാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ട്, അത് കാരണം കുറച്ച് ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഇപ്പോൾ സീസണല്ലല്ലോ, അത് കാരണം കുറച്ച് തിരക്ക് കുറവുണ്ട്. പിന്നെ കുറച്ച് മഴയും ഒക്കെ ഉള്ള ടൈമാണിപ്പോൾ, അത് കാരണം അധികം തിരക്കില്ല കേട്ടോ ഇവിടെ. ചില സമയത്തൊക്കെ ഒന്ന് ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെയുള്ള ബോട്ടുകളിലൊക്കെ ഒന്ന് റൗണ്ട് അടിക്കുക, അതിനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഇങ്ങനത്തെ ബോട്ടുകളിൽ ഇത് 6 സീറ്റ് 4 സീറ്റ് 8 സീറ്റ് അങ്ങനെയുള്ള ബോട്ടിൻ്റെ ഫെസിലിറ്റീസൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏതാ ചോയ്സ്, നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് അതനുസരിച്ച് നമുക്ക് ബോട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ പോകാം കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയാണിത്. 2 പേർക്ക് കൂടി 2 പേർക്ക് പോകാം. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പം ഇതാണ് സ്ഥലം, ഈ ബോട്ടിങ്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഈ ബോട്ടിലൊക്കെ കുറേ കയറിയിട്ടുള്ള കാരണം നമുക്കിപ്പോൾ അത്ര വലിയൊരു ക്രേസൊന്നും ഉണ്ടായില്ല. എന്നാലും വെറുതെ ഒന്ന് കയറി ഒരു റൗണ്ട് അടിച്ചെന്ന് മാത്രം കേട്ടോ. സീസണിലൊക്കെ ഇവിടുത്തെ റേറ്റൊക്കെ ഒന്ന് ഫിക്സഡായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. എന്ന് വെച്ചാൽ ഓരോ സമയത്ത് ഓരോ റേറ്റാണ്. ഒരു സീസണിലൊക്കെ റേറ്റ് കൂടും ചിലപ്പോൾ. ഇങ്ങനെ ഒരു റൗണ്ടിങ്ങാണ് വെറുതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ബോട്ടിങ്ങിൻ്റെ പരിപാടി. ഇതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയ നല്ലൊരു സ്ഥലവും നല്ല ഏരിയ ആണ് കേട്ടോ. പിന്നെ ഊട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഊട്ടി എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ്. എപ്പോഴും നല്ല ക്ലൈമറ്റ് സൂപ്പറായിരിക്കും. എത്ര സമ്മറാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അതിനായിട്ട് ഓവർ തണുപ്പാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റൊക്കെ കുറച്ച് റെയിനിങ് സീസണാണല്ലോ, അത് കാരണം കുറച്ച് തണുപ്പ് കൂടുതലാണ് ഇപ്പോൾ ഇവിടെ. ഇങ്ങനെ ഒരു റൗണ്ടിങ്ങാണ് കേട്ടോ, അത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. ഈ ബോട്ടിലൊക്കെ കയറാത്തവർക്ക് കാണാത്തവർക്കൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിലേ ഇതൊരു നല്ലൊരു ടൈം പാസ്സാണ് കേട്ടോ. പിന്നെ പ്രൈസ് നമുക്ക് ഫിക്സ്ഡായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചില സമയത്ത് ഈ സീസണിലൊക്കെ വരും, ചിലപ്പോൾ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യും. അത് കാരണമാണ് ഞാൻ അതിൻ്റെ പ്രൈസ് ഒന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന ട്രിപ്പിന് ഒരാൾക്ക് ഒരു 140 റുപ്പീസ് വെച്ച് വരും ഒരു സീറ്റിന്. പിന്നെ ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്, ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ പല എൻജോയ്മെൻറ്റൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ കുതിരപ്പുറത്ത് കയറുന്നുള്ളവർക്ക് കുതിരയുണ്ട് ഇവിടെ, അതിൽ കയറി റൗണ്ടിങ്ങൊക്കെ അടിക്കാം. അത് നമുക്കതിന് വലിയ താല്പര്യമില്ലാത്തതാണ്, അതിനെപ്പറ്റി നോക്കിയില്ല. പക്ഷേ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തിനാ ഇഷ്ടം, എന്താ താല്പര്യം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തൊപ്പി, ഗ്ലൗസ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയ കടകളൊക്കെയാണ് കേട്ടോ. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോഴാണ് സീസണിൽ. എന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുന്നുണ്ട്, കണ്ടില്ലേ കാറുകൾ എന്തോരം കിടക്കണം നോക്കി. അത് കാരണം ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും. സീസൺ അല്ലെങ്കിലും ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകാർക്ക് ഒരു കുറവില്ല. ഈ ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുക്കാൻ ഈ ക്യൂ നിൽക്കണം. എന്താ അറിയോ, ഇതൊരു വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ പെട്ട ഒരു സാധനമാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഇത് അധിക സ്ഥലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു സാധനത്തിനുള്ള ആൾക്കാർ കാണാനുള്ള ടിക്കറ്റ് എടുക്കാനാണ് നിൽക്കണം. അത് ടിക്കറ്റ് ചാർജ് അധികമൊന്നുമില്ല, വേറെ 20 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ അത് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആ സാധനമൊക്കെ ഒന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഊട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മറക്കാണ്ട് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഈ സ്ഥലം. ഈ കാണുന്നത് ഒരു ഗാർഡനാണ്. ഈ ഗാർഡനിൽ ഇങ്ങനെ പൂക്കളും ചെടികൾ ഇലകൾ എല്ലാം ആ കല്ലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ത്രെഡ് നമ്മുടെ നൂലുകൊണ്ട് ഉണ്ടാക്കിയൊക്കെയാണ്.
കേട്ടോ. അത് ഉണ്ടാക്കിയേക്കണതിൻ്റെ അതിന് മെയിൻ ആളൊരു മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ നിങ്ങളൊന്ന് ഒരിക്കലും മിസ് ചെയ്യാണ്ട് കാണേണ്ടതാണ്. ഇത് എവിടെയും കാണാൻ പറ്റാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും ഇവിടുത്തെ ഒരു ഗൈഡ് ഉണ്ട്, അങ്ങൊരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ തമിഴിലേ പറയുള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അയാളത് എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. വെറും 20 രൂപ കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അത് കാരണമാണ് ഞാൻ പറയണേ, മറക്കാണ്ട് വിസിറ്റ് ചെയ്യാൻ. தாமரப்பூ உட்பட எல்லாமே நூலால் பண்ணியிருக்காங்க. 6 கோடி மீட்டர் நூல் யூஸ் பண்ணி 12 வருஷமாக 50 லேடி ஆர்டிஸ்ட் ட்ரைனிங் கொடுத்து பண்ணியிருக்கார் மிஸ்டர் ஆண்டனி ஜோசப்ன்றவர். அவர் எப்படி பண்ணியிருக்காங்கன்னு கேட்டிங்கன்னா, நம்ம ஷர்ட் காலரில் உள்ளே வரும் கேன்வாஸ்ன்னு சொல்லுவோம். அந்த காலருக்குள்ளே வர கேன்வாஸ் இருக்குது. அந்த கேன்வாஸை வந்து பூ ஷேப்பில் எலை ஷேப்பில் கட் பண்ணி எடுத்து அதுக்கு மேலே நூல் சுற்றியிருக்காங்க. இந்த கார்டனோட ஸ்பெஷாலிட்டி என்னென்னு கேட்டிங்கன்னா, மிஷினோ ஊசியை உபயோகம் பண்ணாமல் வெறும் கையாலேயே பண்ணியிருக்காங்க. பாறைக்கு மேலே இருக்க பாசை, தாமரைப்பூ, புல் உட்படக்கூடிய எல்லாமே நூலால் தான். எங்கள் கார்டன் வந்து உலக சாதனையான இடத்துல இடம் முடிச்சுக்கு யூனிக் வேர்ல்டு ரெக்கார்ட் ஆகிருக்கு. ஒரு பூ பண்ணுறதுக்கு ஒரு நாள், இந்த கார்டன் ஃபுல்லாக பண்ணுறதுக்கு வந்து 12 வருஷம் எடுத்துருக்கு வெறும் கையாலேயே பண்ணுறதுக்கு. மிஷினோ ஊசி எதுவும் உபயோகம் பண்ணாமல் வெறும் கையாலேயே பண்ணியிருக்காங்க. 1 to 15 வரைக்கும் ஃபுல் டீட்டெயில்ஸ் படிச்சு பாருங்கள், பொறுமையாக பாருங்கள். എല്ലാ ഫ്ലവേഴ്സ് എല്ലാമേ നൂലാൽ പണിയിരിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെന്നുള്ളതിനൊക്കെ അവിടെ ബോർഡിൽ എന്തൊക്കെ ചെടികളാണ് എന്താണെന്നൊക്കെ അവിടെ ബോർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനെ പറ്റിയുള്ള ഡീറ്റെയിലും. അതാണ് ഇപ്പം അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസം വേണത്ര. അപ്പോൾ അങ്ങനെ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ. அது நேச்சுரல் மேம். அந்த கிராஸ் மட்டும் தான் த்ரெட். அதான் ஸ்டோன் இல்ல, கிராஸ் தான் சொன்னேன். ஓகே. This, see those lotus leaves, everything with the thread. Yeah, all these things, see those grass is also there, no? Those also are thread. It's very beautiful. 12 years to complete this one, it seems. It's very nice. Bird of paradise. Flower shape changes 15 times. See, that one is bird. Can you see that one? Flower shape changes 15 times. தோடாஸ் ஹட், இதுதான் தோடாஸ் ஹட். இப்படி தான் இருக்கும். ட்ரைபல் தோடாஸ் ஹட். Beside only these tribals are living, and in one side there is a hut like this. See, this is a lake, means for this garden pond, and those things all are with the thread, except the stones. All others are threaded since. Neela Kurunji, yeah, this is really worth 20 rupees. Is very nice. Holland's natural flower. Tulips. Tulips are Holland's national flower. It seems. Coxcomb flower. Oh, it's very beautiful. Nice. This fragrance, no? They put the fragrance actually. Mr. Anthony Joseph from Kerala. കണ്ടില്ലേ, അതൊരു സൂപ്പർ. ഇത് റിയൽ ഗാർഡൻ ആണ് കേട്ടോ. ഇതെല്ലാം ഒറിജിനൽ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സാണ്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഒന്നല്ല. കണ്ടില്ലേ, അത് എങ്ങനെയുണ്ടെന്ന് നോക്കി. എത്ര കഷ്ടപ്പെട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. 12 വർഷം കൊണ്ടാണ് ആ ഒരു ഗാർഡൻ. അമേസിങ് ഗാർഡനാണ് അത് 20 രൂപ കൊടുത്താലും വർത്താണ് കേട്ടോ. അത് നിങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ മിസ് ചെയ്യാണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ സാധാരണ സ്ഥലങ്ങളാണ്.
ഇത് പിന്നെ എല്ലായിടത്തൊക്കെ ഉണ്ടാവണ പോലെ തന്നെ ഇവിടെ റോസ് ഗാർഡന് അത് ഇതൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽ വേറെയാണ്. ഇത് പിന്നെ എല്ലായിടത്തൊക്കെ ഉള്ള പോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചൊക്കെയാണ് ഷോയ്ക്ക്. ഈ മഴയൊക്കെ കാരണം ഉണ്ടല്ലോ അത്ര ഒരു ഇത് കാണാനില്ല, കാണാനായിട്ടൊരു നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. എല്ലായിടത്തും വെള്ളം ഇതൊക്കെ ആയിട്ടുണ്ട്. ഈ മഴ പെയ്യണാറാണ് കേട്ടോ. കുറച്ചും കൂടി മഴയൊന്നും ഇല്ലാത്ത സമ്മർ സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ടുണ്ടാവും, നിറച്ച് പൂക്കളും ഇതൊക്കെ ആയിട്ട് കാണാൻ നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ പിന്നെ എല്ലായിടത്തുള്ള പോലെ ഈ ഗ്ലാസ് ഹൗസൊക്കെ ഇല്ലേ അതുപോലത്തെ സ്ഥലമാണിത്. ചെടികൾ, ലീവ്സൊക്കെ, അതുമാതിരി കുറേ പൂക്കൾ, ഓർക്കിഡ്സ് അത് ഇതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത്. കണ്ടില്ലേ വെള്ളം എന്നൊക്കെ കണ്ടില്ലേ മഴ പെയ്തിട്ടേ. ഇതൊക്കെ ഓർക്കിഡ്സാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഇത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ റോസ് ഗാർഡനിലേക്ക് വന്നേക്കാണ്. ഇത് റോസ് ഗാർഡനാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 75 രൂപയാണ്. അത് കാരണം അതിനുള്ള ഇവിടെ അത്ര തിരക്കൊന്നുമില്ല, എന്നാലും ടിക്കറ്റ് എടുത്ത് വേണം അതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ. ഇതാണ് റോസ് ഗാർഡൻ. ഇതിൻ്റെ അകത്ത് നടക്കാനുണ്ട് കുറേ, നന്നായിട്ട് നടക്കാൻ പറ്റുന്നവർ മാത്രമേ ഇതിനകത്ത് വന്നാൽ കാര്യമുള്ളൂ. 75 രൂപ കൊടുക്കണേയുള്ള ഉപകാരമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ സ്ഥലമുണ്ട് നടന്ന് കാണാനേ പറ്റുള്ളൂ. ഇത് കേട്ടില്ല, ഇതൊക്കെ റോസുകൾ. റോസ് ഗാർഡനാണ്. ഇതിൻ്റെ അകത്ത് റോസ് ചെടി കൊണ്ട് ഉള്ള പരിപാടികളാണെല്ലാം. അതുകൊണ്ട് പലതായിട്ട് ഉണ്ടാക്കി ഓരോ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പല കളറിലുള്ള പൂക്കൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന സൈസുള്ള റോസുകളൊക്കെ കൂടെ കാണാം. പിന്നെ നമ്മൾ ബാംഗ്ലൂരേക്കാരൻ നമ്മൾക്ക് ഇതൊക്കെ നോർമലാണ് കേട്ടോ. ബാംഗ്ലൂരൊക്കെ ഇഷ്ടംപോലെ ഇതുപോലത്തെ റോസ് ഗാർഡനുകളൊക്കെ ഉണ്ട്. അത് കാരണം നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഇതൊരു അത്ഭുതം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോയി, അപ്പോൾ നിങ്ങൾക്കും ബോറിംഗ് ആവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ട്രാവലർ അല്ല കേട്ടോ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.